ഹലോ, എൻ്റെ പേര് മുഹമ്മദ് സിനാൻ കെ. ഞാൻ വരുന്നത് കോഴിക്കോട് നിന്നാണ്. പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പോൾ ഇഗ്നോയിൽ ഡിഗ്രി ബികോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബികോം സ്റ്റാർട്ട് ചെയ്ത് ജൂൺ ബാച്ചിലായിരുന്നു കയറിയത്. നെക്സ്റ്റ് ജൂണിലാണ് എക്സാം. മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ UG PG എടുക്കാൻ സാധനം ഈ 4 ഇയർ ഡിഗ്രി പറയുമ്പം ആസ് എ ഡെയിലി റുട്ടീൻ പോലെ ആയിപ്പോവും. കോളേജിൽ പോവുക ആൻഡ് വേറെ നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനും കഴിയാത്തൊരു അവസ്ഥയായി പോകും. എൻ്റെ തോട്ടിൽ എനിക്ക് തോന്നിയത് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഒരു 4 ഇയർ അല്ലെ 3 ഇയർ കണ്ടിന്യൂസ്ലി സെയിം സംഭവം ചെയ്യുന്നതിനപ്പുറം ഇത് ഡിഗ്രിയോട് കൂടി വേറെ എന്തെങ്കിലും ചെയ്യണം, സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷനാണ് ഈ ഒരു ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഡിഗ്രി എടുക്കാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. ആൻഡ് ഈ ബുക്സിൽ ഇപ്പോൾ സ്റ്റഡി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൗ ടു ബി എ വർക്കർ എന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈവൺ ഈസ് എ ബിസിനസ് സ്റ്റഡീസ്. ഞാൻ പ്ലസ് ടു പഠിച്ചപ്പോഴൊക്കെ കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഹൗ ടു ബി എ വർക്കർ എന്നുള്ളതാണ്. ഹൗ ടു മേക്ക് മണി അല്ലെങ്കിൽ ഹൗ ടു ബി എ സക്സസ്, അങ്ങനെ ഒരു സംഭവം ഞാൻ ഇതുവരെ കണ്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ഐ വാണ്ട് ടു മേക്ക് അൾട്ടിമേറ്റ് സോഴ്സ് ഈസ് മണിയാണ് എല്ലാവർക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ തിങ്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ വേ ഇതാണ്, എൻ്റെ പേഴ്സണലി എനിക്കിതാണ് എൻ്റെ വേ എനിക്ക് തോന്നി. അപ്പോൾ കുറേ സ്ഥലത്ത് നിന്ന് എന്നോട് പറഞ്ഞത് വേണ്ട, അത് അങ്ങനെ ഇങ്ങനെയാന്ന്. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ഫോർ മീ. അതുകൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്ത്. അതാണ് എൻ്റെ ഞാൻ തന്നെയാണ് എൻ്റെ മോട്ടിവേഷൻ, അല്ലാണ്ട് വേറൊരാൾ മോട്ടിവേറ്റ് ചെയ്തു. ലേൺ വൈസിന് അറിഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഒരാളുടെ അടുത്ത് നിന്ന് കേട്ടിരുന്നു. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാം വഴി ആണ് കൂടുതൽ കണ്ടത്. ഞാൻ ഓൾറെഡി തിങ്ക് ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ആഡ്സ് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്ത് ആൻഡ് അത് എന്താണെന്ന് കറക്റ്റ് നോക്കിയതിന് ശേഷം എനിക്ക് സ്യൂട്ടബിൾ ആണെന്ന് തോന്നിയപ്പോൾ ഐ ജസ്റ്റ് ജോയിനഡ്. ആൻഡ് ഇപ്പോൾ ഗുഡ്, ഒരിക്കലും അതിൽ റിഗ്രറ്റ് ഉള്ളത്, അത് നല്ലൊരു തീരുമാനമായിരുന്നു എനിക്ക് മനസ്സിലായി. കരിയർ ഗോൾ എന്താണെന്ന് ചോദിച്ചാൽ കരിയർ ഗോൾ ഒരുപാടുണ്ട്, ആഗ്രഹങ്ങൾ കുറേ ഉണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കൽ തന്നെയാണ്. സോ അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ടു ബി എ എൻ്റർപ്രണർ അല്ലെ ടു ബി എ ബിസിനസ്, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ എല്ലാം റെഡിയാണ്. ജസ്റ്റ് എ ഡിഗ്രി എന്ന് മാത്രം തിങ്ക് ചെയ്യാത്തത് കൊണ്ട് യുവർ ഗോൾ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് ഇതാണ് എൻ്റെ ഗോൾ, അല്ലെങ്കിൽ ബികോം പാസ്സായി ഇന്ന ജോലി എടുക്കുക എന്ന് പറയാൻ എനിക്കറിയില്ല. എവറിത്തിങ് വിൽ ബി ഫൈൻ അറ്റ് ദി എൻഡ്. അങ്ങനെ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കണം. ടു ബി എ സെൽഫ് മെയ്ഡ് ബില്യനിയർ എന്ന് തന്നെ പറയാം. ബിക്കോസ് അങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ട് ഞാൻ.